Good morning, welcome to this class. Today we are going to study the least square fitting. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്ന ഫിഗറിൽ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. അതിൽ കുറേ ഡാറ്റ പോയിൻറ്റ്സ് കാണുന്നുണ്ട്. ഈ ഡാറ്റ പോയിൻറ്റ്സ് ആ ലൈനിൽ നിന്നും അകന്നിരിക്കുന്നുണ്ട്. ഈ ലൈനിൻ്റെ ഓരോ ഡാറ്റ പോയിന്റിൽ നിന്നും ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസിനെ എറർ എന്ന് വിളിക്കും. സോ ദ y of the data point, y value of the data point minus the value of the function at that x is what we call as error. According to the least square, the sum of the square of the errors is minimum. That is the best fit straight line. അപ്പോൾ എററിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാ പോയിന്റിലും എററിൻ്റെ സ്ക്വയറിന് ഏറ്റവും മിനിമം ആകുന്ന പോയിന്റിനാണ് ഇതിനെ നമ്മൾ ഏറ്റവും നല്ല ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡാറ്റ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ y = ax + b എന്ന് സങ്കല്പിക്കാം. So we have n set of points. Let us I is equal to 1, 2, 3, etc. up to n. So here at every point we measure the error. The error is defined by yi minus f of xi. Yi is the point, data point the value, y value minus f of xi എന്ന് പറയുന്നത് ആ ഡാറ്റ പോയിന്റിൻ്റെ എക്സ് ഐ വാല്യൂവിലെ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി അതിൻ്റെ സമ്മ് എടുത്ത് അതിനെ സ്ക്വയർ ചെയ്യുക. That will becomes, this is the square and then take the sum. ഈ ക്വാണ്ടിറ്റി ഏറ്റവും മിനിമം ആകണമെങ്കിൽ we have to do partial derivative. First derivative 0. So രണ്ട് ടൈപ്പ് ഡെറിവേറ്റീവ്, രണ്ട് ഡിഫറൻഷിയേഷൻ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഓരോ ലൈനിനും എയും ബിയും വ്യത്യാസമാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എയും ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബിയും 0 ആയിരിക്കും. സോ നമ്മൾ ആദ്യം ഈ ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു എ. എയുടെ കൂടെ വരുന്നത് -xi ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ ഫംഗ്ഷൻ റേസ് ടു 2, but 2 into function into the differentiation of the function. So that will become 2 into the function into whatever is the coefficient xi. A യുടെ കൂടെ വരുന്നത് -xi ആണ്. So that is -xi is equal to 0. So when I multiply this, yixi minus axi square minus bxi is equal to 0. So because I -2നെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ബിക്കോസ് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട് -2 ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ളത് എക്സ്ഐയും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ axi ഇൻറ്റു എക്സ്ഐ axi സ്ക്വയർ, ബി ഇൻറ്റു എക്സ്ഐ bxi, സിഗ്മ അവിടെ ഉണ്ട്. ഇനി സിഗ്മ yixi എന്ന് പറയുന്നത് നമ്മൾ a ഇൻറ്റു സിഗ്മ i is equal to 1 to n. ഈ ഇക്വേഷൻ തന്നെ നമ്മൾ തിരിച്ചിങ്ങനെ എഴുതാം. ഇത് രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി a ഇൻറ്റു xi സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ xi. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ഈ ഇക്വേഷനിൽ yixi ഒരു സൈഡിലും ഈ രണ്ട് ടേമും റൈറ്റ് സൈഡിലേക്ക് പോയി. ഇനി അടുത്തതായിട്ട് ഈ സ്ക്വയറിനെ, സിഗ്മ ഈ സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബി വിത്ത് റെസ്പെക്ട് ടു ആണ്. ബിയുടെ കൂടെ നമുക്ക് വരുന്നത് ഒരു -1 മാത്രമേ ഉള്ളൂ. ബിക്കോസ് ദർ ഈസ് നത്തിങ്, ഓൺലി -1 ഇസ് കമ്മിങ് അലോങ് വിത്ത് ബി. സോ ഇഫ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫംഗ്ഷൻ 2 ഇൻറ്റു ദ ഫംഗ്ഷൻ ഇസ് yi മൈനസ് ഓഫ് axi പ്ലസ് ബി. ബിയുടെ കൂടെ വരുന്നത് -1 മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ
2 into the function into ബിയുടെ കൂടെ വരുന്നത് -1 that is equal to 0. So -2 0 അല്ല, അതുകൊണ്ട് we just equate yi minus axi minus b is equal to 0. ഈ ഇക്വേഷനെ നമ്മൾ yi is equal to axi plus b എന്ന് സിഗ്മ yi is equal to സിഗ്മ xi plus b എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി. അപ്പോൾ സിഗ്മ yi is equal to a into സിഗ്മ xi പ്ലസ് ബി. സിഗ്മ ബി എന്ന് പറയുന്നത് എൻ ബി ആണ്, കാരണം ബി എൻ ടൈംസ് ആഡ് ചെയ്താൽ എൻ ബി വരും. ഇനി since xi and yi are known, equations 1 and 2 result in two equations in a and b. ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ 2ഉം 3ഉം ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് ബിയും എയും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ബൈ മാനിപ്പുലേറ്റിംഗ് ദീസ് ടു. ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സിഗ്മ എക്സ് ഐ വൈ ഐ ഇക്വേഷൻ 2ൽ നിന്നും സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ്. അതേസമയം ഇക്വേഷൻ 3 എന്ന് പറയുന്നത് സിഗ്മ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് എൻ ഇൻറ്റു ബി. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ഇക്വേഷൻ 5ൽ നിന്നും ബിയുടെ വാല്യൂ എന്ത് കിട്ടും? സിഗ്മ വൈ മൈനസ് എ ഇൻറ്റു സിഗ്മ എക്സ് ബൈ എൻ എന്ന് കിട്ടും. ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ എക്സ് വൈ ഇസ് ഇക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് വാട്ട് ഇസ് ദ ബി? ബി ഇസ് സിഗ്മ വൈ മൈനസ് എ ഇൻറ്റു സിഗ്മ എക്സ് ബൈ എൻ ദാറ്റ് ഇൻറ്റു സിഗ്മ എക്സ്. അതിൽ നിന്നും എയുടെ വാല്യൂ കിട്ടും. ആ എയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ വാല്യൂ കിട്ടും. സോ വിൽ ഡു വൺ പ്രോബ്ലം or we just do we come to the program of this least square fitting of a straight line. First of all, the program starts with the creating a empty list x and y because that represents the data. നമ്മുടെ ഡാറ്റ പോയിന്റ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എക്സും വൈയും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സം എക്സിനെയും എക്സ് സ്ക്വയറിനെയൊക്കെ സം ചെയ്യാൻ വേണ്ടി അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, സിഗ്മ വൈ സിഗ്മ എക്സ് വൈ. ഇനി നമ്മൾ എൻ, കാരണം നമ്മൾ ഫോർ ലൂപ്പ് റൺ ചെയ്യണമെങ്കിൽ എൻ അറിയണം. അപ്പോൾ യൂസറിൽ നിന്നും എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ എക്സ് ഓരോ എക്സ് വൈ യൂസറിൽ നിന്നും എൻ്റർ ചെയ്യിപ്പിച്ച് ഇൻപുട്ട് ചെയ്യിപ്പിച്ച് ആ യൂസർ ഇൻപുട്ട് ചെയ്ത ഡാറ്റയെ എക്സും വൈയും ഇൻപുട്ട് ഡാറ്റയും ഈ രണ്ട് ലിസ്റ്റിലും സ്റ്റോർ ചെയ്യുന്നു അപ്പൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഇനി അടുത്തത് ഈ വേരിയബിൾസ് സം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ എക്സ് വൈ, ഇതിലേക്ക് ഈ എക്സ് ലിസ്റ്റിൽ നിന്നും വാല്യൂസിനെ അതിലേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ട് ആ ലിസ്റ്റിലെ വാല്യൂസിനെ എടുത്തിട്ട് ഈ സം എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് റിപ്പീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ ഫൈനൽ സം കണ്ടുപിടിക്കുന്നു. ബിക്കോസ് നമുക്ക് ആവശ്യമുള്ളത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സിഗ്മ എക്സ് ആവശ്യമാണ്, സിഗ്മ എക്സ് സ്ക്വയർ ആവശ്യമാണ്, സിഗ്മ എക്സ് വൈ ആവശ്യമാണ്, സിഗ്മ എക്സ് ആവശ്യമാണ്. അപ്പോൾ സിഗ്മ എക്സ്, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ, സിഗ്മ എക്സ് വൈ, ഈ 4 വേരിയബിൾസിനെയും ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലിസ്റ്റിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ സിഗ്മ വൈ ആവശ്യമെങ്കിൽ സിഗ്മ വൈ പ്ലസ് സം വൈ പ്ലസ് വൈ ഓഫ് വൈ. സോ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സം വൈ കിട്ടും. സം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സം എക്സ് പ്ലസ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ. ബിയുടെ വാല്യൂ ഓൾറെഡി നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ തന്നിട്ടുണ്ട്. ബിക്കോസ് യു സീ ഹിയർ ബിയുടെ വാല്യൂസ് ബി ഈസ് ഈക്വൽ ടു സിഗ്മ വൈ മൈനസ് എ ഇൻറ്റു സിഗ്മ എക്സ് ബൈ എൻ. So and again sigma x into sigma xy minus sigma y into sigma x square by some sigma x the whole square minus n into sigma x square. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ കണ്ടുപിടിക്കുന്നു. ആ എ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ബിയുടെ വാല്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് വൈ
minus sigma y into sigma x square divided by sigma x the whole square minus n into sigma x square. ഇതാണ് ബിയുടെ ഇക്വേഷൻ. ബിയുടെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ that you can put it in this equation, sigma y minus n into sigma n into b by sigma x. That is this equation. So this എയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ xy minus b into sigma x by sigma x square. സോ അങ്ങനെ നമ്മൾ എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി സ്ലോപ്പ് എഴുതുന്നു, ഇൻ്റർസെപ്റ്റ് എഴുതുന്നു. പിന്നെ നമുക്ക് ഇക്വേഷൻ എയുടെ ബിയുടെയും വാല്യൂസ് ഉപയോഗിച്ച് ഇക്വേഷൻ ബെസ്റ്റ് ഫിറ്റ് ലൈൻസ് ഇവിടെ നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ് സ്ട്രൈറ്റ് ലൈൻ. സോ ദാറ്റ് ഈസ് വാട്ട്. So this is a Python program. It is very simple. You just have to create a to list in 4 variables and then calculate the total value of the variable, sum of these variables using the multiplying the and repeatedly adding the values of the list from using for loop. So we know if you have to import the number of data points from the user and then you have to run the for loop that number of times, and then put these two equations. You have to derive these two equations first separately and then use this equation in this program. Thus we come to the end of this class. Thank you.